അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്രഞ്ചീസ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സാറ്റനോ അല്ലെങ്കിൽ ക്രേപ്പോ കോട്ടണോ എന്ത് തുണിയാണെങ്കിലും എടുക്കാം. കുറച്ചും കൂടെ നല്ലത് ക്രേപ്പും സാറ്റനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ക്രേപ്പിനാണ്, പ്രിൻറ്റഡ് ക്രേപ്പാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 3 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. 41 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മുറിച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇലാസ്റ്റിക് ആണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇലാസ്റ്റിക് മുറിക്കുകയാണ് കേട്ടോ. കുറച്ച് കട്ടിയുള്ള ഇലാസ്റ്റിക് എടുക്കുകയാണെങ്കിൽ കുറേ കാലം നല്ലപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഇതൊരു 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു 3 ഇഞ്ച് വീതിയുള്ള 41 ഇഞ്ച് നീളമുള്ള ഈ ഒരു തുണി നമ്മളിതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. മിഷ്യൻ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു സ്ക്രഞ്ചി ഉണ്ടാക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന, കൈ കൊണ്ട് തന്നെ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തുന്നുമ്പോൾ കുറച്ച് സമയമാവുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ക്രഞ്ചി. അപ്പോൾ ഇത് കുറേ പേര് ബിസിനസ്സൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും എനിക്ക് ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ സ്ക്രഞ്ചീസ് നമുക്കിത് രണ്ടായി മടക്കി കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ടായിട്ട് അടിച്ചു കൊടുക്കുന്നത്, പെട്ടെന്ന് അത് പേർന്ന് വേണ്ടിക്കാൻ. അതിനുശേഷം ഈ ഒരു അറ്റത്ത് ഇതുപോലെ ഒരു പിന്നു കുത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കുറച്ച് തുണിയും കൂടെ ഇട്ടിട്ട് അതിങ്ങനെ ഉള്ളിലേക്കാക്കി എടുക്കാനായിട്ട്, എന്നിട്ട് പുറത്ത് കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ അടിവശം നമ്മളിതാ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അപ്പോൾ ഇതിനുള്ളിൽ എലാസ്റ്റിക് ഇടുന്ന സമയത്ത് ഈ ക്ലോത്ത് നല്ലപോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ നീറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് അയൺ ചെയ്തിട്ട് വരാം. അപ്പോൾ എങ്ങനെയെന്നുള്ള കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ടല്ലേ അയൺ ചെയ്ത് ഇതിപ്പോൾ കറക്റ്റായിട്ട് ലെവലായിട്ട് ഒരു റിബൺ ടൈപ്പിൽ നിൽക്കുന്നില്ലേ, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, 5 ഇഞ്ച് നമ്മൾ എലാസ്റ്റിക് മുറിച്ച് വെച്ചില്ലേ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ പിൻസൂചി ഇങ്ങനെ ഇതാക്കിയിട്ട് അതൊന്ന് കയറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എലാസ്റ്റിക് നമ്മൾ കൂട്ടി മുട്ടിച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് തുണി നമ്മൾ അടിക്കുന്നില്ല കേട്ടോ, എലാസ്റ്റിക് മാത്രമാണ് അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ക്ലോത്ത് എന്ത് ചെയ്യണം, ഈ എലാസ്റ്റിക് മറച്ച് വെച്ചിട്ട് അതിൻ്റെ അരികൊക്കെ നല്ലപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കൊടുത്തിട്ട് നല്ലപോലെ നീറ്റായിട്ട് വെക്കുക കേട്ടോ. 2 ഭാഗം ഉള്ളിലേക്കാക്കി മടക്കി കൊടുത്തിട്ട് ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല എളുപ്പത്തിൽ തന്നെ നമ്മുടെ അവിടെ സ്ക്രഞ്ചി ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കുറച്ച് ബാലൻസ് തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ട് സ്ക്രഞ്ചീസ് ഇടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ യൂണിഫോമിനൊക്കെ മാച്ചായിട്ട് അതിനനുസരിച്ച് തന്നെ 2 സൈഡൊക്കെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ചെറുതും വലുതും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അതുപോലെ കുറേ മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.